ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ള ഒരു ആക്സസറി ആയിട്ടാണ്, ഒരു ജ്വല്ലറി ഐറ്റമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ബാൻഡായിട്ട് കയ്യിൽ ഇട്ട് കൊണ്ടുപോകാൻ, ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെ കയ്യിൽ ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബാൻഡാണ്. ഇൻഡിപെൻഡൻസ് ഡേ എന്നല്ല, നിങ്ങൾക്ക് കുട്ടികളുടെ ഡ്രസ്സിന് മാച്ചായിട്ടും ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഗ്രോസ് ഗ്രെയിൻ റിബണ് ഗ്രീന് 1/4 ഇഞ്ചിൻ്റെത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, എലാസ്റ്റിക് ത്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ളത് നീഡിലാണ്. ഈ ഒരു എലാസ്റ്റിക് ത്രെഡ് കടക്കാൻ പാകത്തിനുള്ള ഹോളുള്ള ഒരു നീഡിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ സിസറും. ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ബീഡ് എടുത്തിട്ടുള്ളത് ഈ ഒരു കോംബോയിലാണ് കേട്ടോ. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഓറഞ്ച് വൈറ്റ് ഗ്രീൻ ആ ഒരു കോംബോയിൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഡ്രസ്സിന്, കുട്ടികളുടെ ഡ്രസ്സിന് മാച്ചായിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കൈവണ്ണത്തിനനുസരിച്ചിട്ട് എലാസ്റ്റിക് ത്രെഡ് ഒന്ന് എടുക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ കുട്ടികളുടെ വണ്ണത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കൈക്ക് പാകമായിട്ടുള്ള ഒരു അളവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ശേഷം അതിൽ നിന്ന് കുറച്ച് നീട്ടിയെടുത്ത് കട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് കെട്ടിട്ട് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നീട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരറ്റം ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ എൻഡ് നമ്മൾ നീഡിൽ കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ റിബണിൻ്റെ നല്ല ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു ഗ്രോസ് ഗ്രെയിൻ റിബണ് തന്നെ എടുക്കണമെന്നില്ല, സാറ്റിൻ റിബൺ ആയാലും മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രോസ് ഗ്രെയിൻ റിബൺ ആയതുകൊണ്ടാണ് ഗ്രോസ് ഗ്രെയിൻ എടുത്തിട്ടുള്ളത്. സാറ്റിൻ റിബണ് 1/4 ഇഞ്ചിൻ്റെ എടുത്താലും മതി. ഈ ഒരു എൻഡ് ഞാനൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി മുകളിലേക്ക് എടുക്കുക കേട്ടോ, വലിച്ചെടുക്കുക. ശേഷം നമുക്ക് ബീഡ് ഇട്ട് കൊടുക്കാം. വൈറ്റ് ബീഡാണ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്തായിട്ട് കുത്തരുത്, ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിലൊന്ന് താഴ്ഭാഗത്തേക്ക് കുത്തിയിട്ട് സെയിം ഡിസ്റ്റൻസിൽ മുകളിലേക്ക് തന്നെ കുത്തിയെടുക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ കുത്തിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ബീഡിനെ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഗ്രീൻ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രീനും ഇട്ട് കൊടുത്തു. ഇനിയും സെയിം അളവിൽ നമ്മൾ താഴ്ഭാഗത്തേക്ക് കുത്തി വീണ്ടും സെയിം അളവിൽ മുകളിലേക്ക് കുത്തിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഓറഞ്ച് ബീഡ് ഇട്ട് കൊടുക്കാം. കണ്ടോ? ഈ ഒരു രീതിക്ക് നമുക്ക് നമ്മുടെ കൈവണ്ണത്തിൻ്റെ അളവിൽ മുഴുവനായിട്ട് നീളത്തിൽ ഇങ്ങനെ റിബണിൽ കോർത്തെടുക്കാം കേട്ടോ ബീഡിനെ. ഈ ഒരു ലുക്കായിരിക്കും നമ്മൾ കോർത്തെടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പം ഞാൻ ഈ സെയിം പാറ്റേണിൽ തന്നെ ഒന്ന് ഇതുപോലെ നീളത്തിലൊന്ന് കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ മുഴുവനായിട്ട് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൈവണ്ണത്തിനനുസരിച്ചിട്ട് കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഒരു ബീഡോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ റിബണിൽ കോർത്തതിന് ശേഷം ബീഡ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ആ ഒരു എൻഡിൽ ഒരു ബീഡോടെ ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ നീഡിൽ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 റിബണൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ നല്ല രീതിക്കൊന്ന് കെട്ടിക്കൊടുക്കുക. നമ്മുടെ ത്രെഡ് പോലെയല്ല, എലാസ്റ്റിക് ത്രെഡ് പെട്ടെന്ന് അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 4 or 5 കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ എൻഡ് കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു എലാസ്റ്റിക് ത്രെഡിനൊന്ന് ഉരുക്കി ഒന്ന് പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, രണ്ടും കൂടെ കൂട്ടിയിട്ട്. എന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എലാസ്റ്റിക് ത്രെഡ് പെട്ടെന്ന് അഴിഞ്ഞു പോരാൻ ചാൻസ് ഉള്ള ഒരു ത്രെഡാണ്. അപ്പോൾ ഇതാ 2 ത്രെഡോട് ഞാനിങ്ങനെ കൂട്ടിയിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എങ്ങനെ വലിച്ചാലും പൊട്ടാന്നല്ലാതെ അഴിഞ്ഞു പോരില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള റിബണിനെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ശേഷം ആ ഒരു എൻഡും നമ്മൾ ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് ഇതിനേക്കാളും വീതി കുറഞ്ഞ റിബണിൽ, ചെറിയ ബീഡിൽ ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ കണ്ടോ,
സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ആക്സസറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുവരേക്കും ബൈ ഓൾ.